ആ ശർക്കര വിളയിച്ചത് 1 ബൗള്, തേങ്ങ ചിരണ്ടിയത് അരമുറി, പിന്നെ 1 സ്പൂൺ ജീരകം. ഇതെല്ലാം കൂടെ മിക്സിയിലേക്ക് ഇടണം. ചക്കപ്പഴം വിളയിച്ചതും തേങ്ങയും 1 ചെറിയ സ്പൂൺ ജീരകവും കൂടെ ഇട്ട് മിക്സിയിൽ ഇട്ട് നല്ലപോലെ അരച്ചെടുക്കണം. അരച്ചെടുത്ത പൾപ്പ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് അരിപ്പൊടി ചേർക്കണം. അത്രയും 1.5 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ചേർത്തത്. വറുത്ത് മൂപ്പിച്ച അരിപ്പൊടിയാണ്. പുട്ടിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി തന്നെയാണ് ഞാൻ എടുത്തത്. അത് ഈ ചക്കപ്പഴത്തിലേക്ക് ഇട്ട് നല്ലപോലെ കുഴച്ച്, ആവശ്യത്തിന് കുറച്ചുകൂടെ ശർക്കര നീര് വേണമെങ്കിൽ ഒഴിക്കാം. മധുരം കുറവാണെങ്കിൽ കുറച്ച് ശർക്കര നീര് കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ച്, കൈകൊണ്ട് കുഴച്ച് എടുത്ത് സ്റ്റീൽ പ്ലേറ്റിലേക്ക് വെക്കണം. സ്റ്റീൽ പ്ലേറ്റിൽ ഞാൻ 2 വാഴയില നിരത്തിയിട്ട് അതിലേക്കാണ് ഈ കുഴച്ച ചക്കപ്പഴത്തിൻ്റെ കൂട്ട് 2 സ്റ്റീൽ പാത്രത്തിലാക്കി എടുത്തു വെക്കും. ഇടനേലയൊക്കെ കിട്ടാൻ സൗകര്യമുള്ളവർക്ക് ഇടനേലയിൽ വെച്ച് കുമ്പിളപ്പം പോലെ, ഇത് തന്നെയാണ് കൂട്ട്, കുമ്പിളപ്പം പോലെ എടുത്ത് പുഴുങ്ങി ഉണ്ടാക്കാം. ഇവിടെ ഇടനേല ഇപ്പം കിട്ടാൻ വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പ്ലേറ്റിൽ വാഴയില വെച്ചിട്ട് ഉണ്ടാക്കിയത്. ഇങ്ങനെ കുഴച്ച് ആ കൂട്ട് പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ട് പിന്നെ സ്റ്റൗ കത്തിച്ച് അപ്പച്ചെമ്പിൽ വെള്ളം ഒഴിച്ച് ഈ പ്ലേറ്റ് 2 എടുത്ത് അടുപ്പത്ത് വെക്കും. 15-20 മിനിറ്റ് വരെ കത്തിച്ചാൽ മതിയാവും. അപ്പോഴത്തേക്കും അട വെന്ത് കിട്ടും. ഈ അട നമുക്ക് വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ട് ചായയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല മധുരം ഉണ്ടാവും. കഴിച്ചാൽ നല്ല സ്വാദിഷ്ടമായ അട എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓക്കെ.